സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്നാണെങ്കിൽ നമ്മുടെ സിറ്റിയിലൊരു ബിസിനസ് മാൻ ഉണ്ട്. അപ്പോൾ ആ ബിസിനസ് മാൻ്റെ മോൻ്റെ ഒരു GTR നമ്മുടെ പോലീസുകാർ പൊക്കിയിരുന്നു. അപ്പോൾ നമ്മളോട് ആ ബിസിനസ് മാൻ പറഞ്ഞു ആ GTR നമ്മളോട് മോഷ്ടിച്ചുകൊണ്ട് വരാൻ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാശും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് രാത്രിയാണ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മളിലാണെങ്കിൽ കുറച്ച് ജീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇതിൽ ഒരെണ്ണെടുത്തിട്ടായിരിക്കും പോവുക. അപ്പോൾ ഗായ്സ്, നമുക്ക് രാത്രിയായിട്ട് കാണാം. അപ്പോൾ ഗായ്സ്, രാത്രി ആയിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ഡ്രസ്സൊക്കെ ചെയ്ത് മാസ്കൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളിന്നെയാണെങ്കിൽ നമ്മുടെ താറെടുത്തിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. നമ്മളപ്പോൾ താറൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ നൈസായിട്ട് താറൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ താറെടുത്തിട്ട് ഇനി നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോണക്കാട്ടിയും മുമ്പ് നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, പിന്നെ ഈ കമൻറ്റും ചെയ്യുക, ഷെയറും ചെയ്യുക ഗൈസ്. അത് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ അവിടെ എത്താനായിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഗൈസ്, നമ്മളാണെങ്കിൽ അവിടെ എത്താനായിട്ട് ഇവിടെ ഫുള്ള് കാഴ്ചയാണെന്ന് നമ്മളാണെങ്കിൽ ഒരു ഒടിച്ചും വളച്ചും ഇട്ടിരുന്നത്. അപ്പോൾ ഗൈസ്, അതാണ് പോലീസ് സ്റ്റേഷൻ തോന്നുന്നു. അതേ ഗൈസ്, അവിടെ പോലീസ് സ്റ്റേഷനാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ സൈഡിൽ ഒതുക്കി നിർത്താം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ സൈഡിൽ ഒതുക്കി നിർത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ഇവിടെ ഇറങ്ങണം ഗായ്സ്. നമ്മൾ ഇവിടെ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഗായ്സ്. നമ്മളിതേ അവിടെ ഒന്ന് മതിൽ ചാടിയിട്ടാണ് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ പോകേണ്ടത്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇതേ മതിലാടാൻ പോവാണ്. മതിൽ നോക്കുകയാണെങ്കിൽ നല്ല ഹൈറ്റ് ഉണ്ട്. നമ്മളങ്ങനെയാണെങ്കിൽ നോക്കിയിട്ടാണ് ചാടുക, കാരണം പോലീസുകാരൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ കുറച്ച് ബാക്കിൽ നിന്ന് മതിൽ ചാടാം. പക്ഷേ നമുക്ക് ഇവിടെ നിന്നാണ് മതിൽ ചാടേണ്ടത്. ഇവിടെ ഏതോ ട്രക്കും നിർത്തിയിട്ടുണ്ട് ഗായ്സ്. നമ്മൾ നൈസായിട്ടാണെങ്കിൽ സ്കിഡായി വീണിട്ടുമുണ്ട് ഗായ്സ്. നമ്മളാണെങ്കിൽ ഒന്ന് സ്കിഡായി വീണ് ഗായ്സ്. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ടോ ട്രക്ക് ഉണ്ട് ഗായ്സ്. മിക്കവാറും നമ്മുടെ GTR ഇതിലായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക ഗായ്സ്. അവിടെ ഫുള്ള് പോലീസ് കാഴ്സാണ്. അപ്പോൾ ഗായ്സ്, ഇവിടെയാണെങ്കിൽ നമ്മുടെ GTR ഒന്നും കാണില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ബാക്കിലൊന്ന് ചെന്ന് നോക്കാം, ബാക്കിൽ ചിലപ്പോൾ ഉണ്ടെങ്കിലോ ഗായ്സ്. നമ്മൾ ബാക്കിൽ ഗായ്സ് അവിടെ ഒരു GTR കിടക്കുന്നുണ്ട് ഗായ്സ്. ഇതാണ് ആ ബിസിനസ് മാൻ ഒക്കെ പറഞ്ഞ GTR തോന്നുന്നു ഗായ്സ്. നമുക്ക് നൈസായിട്ട് തന്നെ എടുക്കാം ഗായ്സ്. നമ്മളങ്ങനെ നൈസായിട്ട് എടുത്തിട്ടുണ്ട് ഗായ്സ്. നമ്മളാണെങ്കിൽ GTR എടുത്തിട്ട് പോലീസ് സ്റ്റേഷൻ്റെ ഇതിൽ കൂടെ ഒന്ന് എടുക്കാൻ നോക്കുന്നുണ്ട് ഗായ്സ്. ഗായ്സ്, അവിടെ 3 പോലീസുകാർ ഇരിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നൈസായിട്ട് അത് ഓടിച്ച് പുറത്ത് കൊണ്ടുപോകണം, കാരണം ഇത് മതിൽ ചാടി ഇതാക്കാൻ പറ്റില്ല. അപ്പോൾ ഗായ്സ്, നമുക്ക് ഒന്ന് നൈസായിട്ട് വണ്ടി പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഗായ്സ്, നമ്മളാണെങ്കിൽ നൈസായിട്ട് വണ്ടിയൊക്കെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഗായ്സ്, നമ്മളാണെങ്കിൽ കാറൊക്കെ നല്ലോണം ഓടിച്ച് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് പോകുന്നുണ്ട്, മാറി നിൽക്കണം. അപ്പോൾ ഗായ്സ്, നമ്മളാണെങ്കിൽ ഒന്ന് ഓടിച്ചൊക്കെ നോക്കുന്നുണ്ട് ഗായ്സ്. നല്ല കാറാണ്, അത്യാവശ്യം ഓടിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മളാണെങ്കിൽ ഇതൊക്കെ ചെറുതായിട്ടൊന്ന് ഡ്രിഫ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായി. നമുക്ക് വേഗം ഒന്ന് ഓടിച്ചു നോക്കണം. നമുക്ക് ഇതൊന്ന് ഓടിച്ചു ഗായ്സ്. നമ്മളങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് വേഗം നമ്മുടെ ബിസിനസ് മാനെ വിളിച്ചിട്ട് ഇത് എവിടെ എത്തിക്കേണ്ടതെന്ന് നോക്കണം. അപ്പോൾ ഗായ്സ്, നമ്മളാണെങ്കിൽ ബിസിനസ് മാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൾ പറഞ്ഞു ആളുടെ ഒരു ഓഫീസിൻ്റെ ബാക്കിൽ എത്തിക്കാൻ. നമ്മളാണെങ്കിൽ ഇവിടെ ഓഫീസിൻ്റെ അവിടെ എത്തി. നമ്മളിതാ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ആണെങ്കിൽ നമ്മുടെ താറ് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ വെച്ചിട്ടാണ് പോയേക്കണേ. ഗായ്സ്, നമ്മളോട് ബിസിനസ് മാൻ പറഞ്ഞു മുമ്പിലൊരു ബൈക്ക് ഇരിക്കുന്നുണ്ടാവും, അതെടുത്ത് പോലീസ് സ്റ്റേഷനിലുള്ള നമ്മുടെ താറെടുത്തിട്ട് വരാൻ. അപ്പോൾ നമുക്ക് ആ ബൈക്കൊന്നും എടുക്കാം ഗായ്സ്. അങ്ങനെ നമ്മൾ ആ ബൈക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഗായ്സ്, ഇതൊരു കവാസക്കി നിഞ്ച H2R ആണ്. നമ്മുടെ കയ്യിൽ കവാസക്കി നിഞ്ച ZX ഉണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ബൈക്ക് നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിൽ വെക്കാനാണ്. എന്നിട്ട് അത് വേറെ ഒരുത്തം വന്നെടുക്കുമെന്നാണ് പറഞ്ഞത് ബിസിനസ് മാൻ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് ബാക്കിൽ കൊണ്ടുവയ്ക്കാം. നമ്മുടെ താറാണെങ്കിൽ അവിടെ നൈസായിട്ട് ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പോലീസുകാരൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ നൈസായിട്ടാണെങ്കിൽ നമ്മുടെ ആ ബൈക്ക് എടുത്തിട്ട് പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിൽ ചെന്ന് വെക്കുകയാണ് ഗായ്സ്. നമ്മളങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിൽ നമ്മുടെ ആ ബൈക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. ബൈക്ക് ചെറുതായിട്ട് വീണത് സാരില്ല ഗായ്സ്, അത് ആൾ വന്നെടുത്തോളും ഗായ്സ്. നമുക്ക് വേഗം പോവാം. നമ്മളാണെങ്കിൽ ഹെൽമെറ്റൊക്കെ ഊരി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം നമ്മുടെ താറെടുത്ത് പോകണം ഗായ്സ്. നമ്മൾ താറെടുത്ത് പോകാൻ നേരത്തെ ഒരു പോലീസുകാരൻ കണ്ട്.
അതാണ് ആകെ പ്രശ്നമായി. ആകെ പോലീസൊക്കെ വന്നിട്ടുണ്ട്, പോലീസൊക്കെ ഇളകി. അപ്പോൾ ഗൈസ് നമുക്ക് വേഗം ഇവിടെ ഒന്ന് മാറണം, എന്നാലേ രക്ഷപ്പെടാൻ പറ്റൂ. നമ്മൾ ബിസിനസ് മാനൊക്കെ ഒന്ന് വിളിക്കണം നമുക്ക് രക്ഷപ്പെടാനുള്ള ഇതുണ്ടെങ്കിൽ. ഗൈസ് ഇവിടെ 2 പോലീസ് കാറുകൾ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടുന്ന് വെട്ടിച്ചും തിരിച്ചും പോകണം ഗൈസ്. ഇവിടെ ആണെങ്കിൽ ഗൈസ് അവിടെ ഫുള്ള് പോലീസാണ്. ഇപ്പം തന്നെ ഇടിച്ചാനൊരു പോലീസുകാരൻ്റെ മുമ്പിൽ. ഗൈസ് നമ്മുടെ വണ്ടിയാണെങ്കിൽ ഒന്ന് മറിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇപ്പം പോലീസൊന്നും വരല്ലേ ഗായ്സ്. ഇപ്പം പോലീസുകാർക്ക് ഗായ്സ് ഒരു പോലീസുകാരൻ ഇടിച്ച് പോയിട്ടുണ്ട് ഗായ്സ്. നമുക്ക് താറിന് പകരം വല്ല ലംബോർഗിനിയോ വല്ലതും എടുത്തുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു ഗായ്സ്. നമ്മളാണെങ്കിൽ ഒരാളെ നൈസായിട്ട് ഇടിച്ചിട്ടുണ്ട്, അത് സാരില്ല. പക്ഷെ പോലീസുകാർ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നും വരാണ് ഗായ്സ്. നമ്മളാണെങ്കിൽ നല്ല സ്പീഡിൽ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കാനാണ് ഓടിക്കുന്നത് ഗായ്സ്. നമ്മളാണെങ്കിൽ നല്ലോണം സ്പീഡിലാണ് പോണത് ഗായ്സ്. നമ്മൾ അത്യാവശ്യം സ്പീഡിലൊക്കെ പോകുന്നുണ്ട്. ഇതുവരെ പോലീസുകാർ പോയിട്ടില്ല. നമുക്ക് പോലീസുകാർ പോണ വരെ ഇങ്ങനെ ഓടിക്കണം, എന്നിട്ട് വേണം നമുക്ക് ബിസിനസ് മാനെ ഇതാക്കിയിട്ട് വല്ലയിടത്തേക്കും മാറി നിൽക്കണം, ഇല്ലെങ്കിൽ പോലീസുകാരൊക്കെ വരും ഗായ്സ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു സ്റ്റാർ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേഗം ഒന്ന് പോകണം. ഒരു പോലീസ് നമ്മുടെ ബാക്കിലുണ്ട് ഗായ്സ്. നമുക്ക് വേഗം ഒന്ന് ഈ ബീച്ചിൻ്റെ അവിടെ നിന്ന് മാറണം ഗായ്സ്. നമ്മൾ ബീച്ചിൻ്റെ അവിടെ നിന്ന് മാറിയിട്ടുണ്ട് ഗായ്സ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് വേഗം ഒന്ന് മുങ്ങണം, വേഗം പോവാം ഗായ്സ്. ഇവിടെ റോഡ് കണ്ട് നമുക്ക് റോഡിൽ ഗായ്സ് റോഡ് ഫുള്ള് പോലീസാണ് ഗായ്സ്. ഗായ്സ് നമ്മൾ ഒരു കാറും പിടിച്ച് നമ്മുടെ ഇതാക്കിയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ കാറൊക്കെ തെറിച്ച് പോയി. ഒരു കാര്യം ചെയ്യാം, താറ് ഇവിടെ എടുക്കട്ടെ, നമുക്ക് ഏതെങ്കിലും ഒരു പോലീസ് കാർ എടുത്ത് പോവാം. ഇപ്പം ഈ പോലീസ് കാർ എടുക്കാം ഗായ്സ്. ഈ പോലീസുകാരെന്താണ് വട്ട് കളിക്കണ ഗായ്സ്? കുഴപ്പമില്ല ഗായ്സ്. പോലീസുകാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഗായ്സ്. തോക്കൊക്കെ ഇട്ടുണ്ട്. AK-47 വെച്ചിട്ടാണ് അവർ വെടിവെക്കാൻ പോണ ഗായ്സ്. നമ്മളെ വെടി വെക്കുന്നത് നമ്മളെ എങ്ങനെ നൈസായിട്ട് ഈ കാറിൽ കയറിയിട്ടുണ്ട്. നമ്മളങ്ങനെ കാർ എടുത്തിട്ടുണ്ട് ഗായ്സ്. നമ്മൾ വേഗം ഈ പോലീസ് കാർ എടുത്തിട്ട് നമുക്ക് പോകണം ഗായ്സ്. നമ്മളാണെങ്കിൽ കുറേ വെടി വെക്കുന്നുണ്ട് ഗായ്സ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പോലീസ് കാറൊക്കെ എടുത്തിട്ടുണ്ട് ഗായ്സ്. നമ്മളാണ് ഈ എയർപോർട്ടിൻ്റെ അടുത്തേക്കാണ് പോകേണ്ടത്. നമ്മുടെ ബിസിനസ് മാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൾ പറഞ്ഞു അവിടെ ഒരു എയറോപ്ലെയിൻ ഉണ്ട്, നമ്മൾ അതെടുത്ത് പോയിക്കോളാനാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഗായ്സ് നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഭാഗം ഇവിടെ ഇതിൻ്റെ ഉള്ളിലുള്ള എയർപോർട്ടാണ്, അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറണം. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് പോലീസുകാരൊന്നും കയറില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവും ഗായ്സ്. ഇവിടെയാണെങ്കിൽ മുമ്പേ ഒരു പോലീസുകാരൻ വട്ടം ചാടി ഗായ്സ്. അതിൻ്റെ ഇടയിൽ ഒരു പെണ്ണിനെയും കൊന്നു ഗായ്സ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേഗം കറങ്ങി തിരിഞ്ഞ് പോവാം ഗായ്സ്. ഇവിടെയാണ് നമ്മുടെ വീടും ഉണ്ട്. നമ്മുടെ വീട്ടിലൊന്നും പോലീസുകാർ വരാതിരുന്നാൽ മതി. നമ്മളൊരു കാര്യം ചെയ്യാം, നമുക്ക് വേഗം എയർപോർട്ടിൻ്റെ ഉള്ളിൽ കാരണം അവിടെ നമ്മൾ പ്ലെയിൻ എടുത്ത് പോകാനാണ് ഉദ്ദേശിക്കണത് ഗൈസ്. ഇവിടെയാണെങ്കിൽ ഫുള്ള് പോലീസാണ് ഗൈസ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊന്ന് പോകണം. നമുക്ക് ഈ സിറ്റിയിൽ നിന്ന് തന്നെ പോകണം. എന്നിട്ട് നമ്മളോട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വരാൻ പറഞ്ഞിട്ടുള്ള ബിസിനസ് മാൻ. അപ്പോൾ നമ്മുടെ കാശൊക്കെ തരുമെന്നാണ് ഗായ്സ്. ഇവിടെയാണ് ഇടിച്ചു നിന്ന് ഒരു പോലീസ് കാർ വന്ന് നമ്മളെ ഇടിക്കുകയും ചെയ്ത് ഗായ്സ്. അവിടെ നോക്കുകയാണെങ്കിൽ ഒരു മഞ്ഞ എയറോപ്ലെയിൻ എടുക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, എയറോപ്ലെയിൻ എടുത്തിട്ട് നമുക്ക് പോകണം. നമ്മളങ്ങനെ ഈ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങാനും പോലീസുകാർ വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും ഗായ്സ്. നമുക്ക് വേഗം പോകണം. വേഗം പോയിട്ട് ഈ എയറോപ്ലെയിൻ എടുക്കണ്. നമ്മൾ നൈസായിട്ട് എയറോപ്ലെയിനിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഗായ്സ്. നമ്മളങ്ങനെയാണ് ഈ എയറോപ്ലെയിൻ എടുക്കുന്നുണ്ട്. നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഗായ്സ് നമ്മൾ ഇവിടെ നിന്ന് നൈസായിട്ട് അങ്ങോട്ട് പോകാൻ പോകണേ. എനിക്ക് തോന്നുന്നു പോലീസുകാരൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഗായ്സ് നമ്മൾ ഇവിടെ നിന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവണം ഗായ്സ്. നമ്മളിനി സിറ്റിയിൽ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ ഗായ്സ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.